എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പം ഒരു 5-10 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അതിൽ ഒരു വോട്ടർക്ക് ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 2 പേർക്ക് വോട്ട് ചെയ്താൽ ആ വോട്ട് അസാധുവാകും എന്നുള്ളതാണ് ഇന്ത്യയിലെ സിസ്റ്റം. എന്നാൽ ഓസ്ട്രേലിയയിൽ ഒരു വോട്ടർക്ക് അതാത് നിയോജകമണ്ഡലത്തിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ജീവിക്കുന്നത് ഡീക്കിൻ എന്ന നിയോജകമണ്ഡലത്തിലാണ്. അപ്പോൾ ഡീക്കിൻ എന്ന നിയോജകമണ്ഡലത്തിൽ ഇന്നലെ നടന്ന ഇലക്ഷനിൽ, ഫെഡറൽ ഇലക്ഷൻ, അതായത് കേന്ദ്ര പാർലമെൻറ്റിലേക്കുള്ള ഇലക്ഷനിലേക്ക് 8 സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ ഒരു വോട്ടർ പോയിട്ട് 8 പേർക്കും വോട്ട് ചെയ്യണം. 8 പേർക്കും വോട്ട് ചെയ്താലും ഒരു സ്ഥാനാർത്ഥി മാത്രമേ ജയിക്കുകയുള്ളൂ എന്നതാണ് ഇവിടുത്തെ മാജിക്. എൻ്റെ കണ്ണൂർ നാട്ടിലെ ഭാഷയിൽ മായാമക്കടി എന്നാണ് പറയുക ഇതിന്. ഒരാൾക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു പരിപാടിക്ക് മായാമക്കടി എന്ന് പറയും. അപ്പോൾ ഈ മായാമക്കടി എന്താണെന്ന് വിശദീകരിക്കാനും ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൻ്റെ ഫങ്ഷനാലിറ്റിയിൽ പെടുന്ന ഡബിൾ ഡിസൊല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണെന്നും വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് 8 സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ ആ 8 പേർക്കും ഒരാൾ പോയി വോട്ട് ചെയ്താൽ ഒരു സ്ഥാനാർത്ഥി മാത്രമായിട്ട് എങ്ങനെയാണ് ജയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ പ്രാരംഭമായിട്ട് പറഞ്ഞു. അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പ്രിഫറൻഷ്യൽ വോട്ടിങ് എന്നാണ് പറയുക. അതായത് ഒരു വോട്ടർ ഇതുപോലെയുള്ള, ഇത് ഇന്നലെ എനിക്ക് കിട്ടിയ, തല തിരിഞ്ഞിട്ടാണോ കാണുന്നത്? തല തിരിഞ്ഞിട്ടാണ് കാണുന്നത് അല്ല, ശരി, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്പർ 1 എന്ന് കാണാം, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുമ്പം ഈ ബാലറ്റ് പേപ്പർ തന്നെ മേലെ ഇതിലിട്ടിട്ട്, എന്താണ്, സ്ക്രീനിലിട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഒരു 8 പേരുണ്ടെങ്കിൽ ഒരു വോട്ടർ 1 എന്ന് മാർക്ക് ചെയ്യും, ഒരു കാൻഡിഡേറ്റിന് 1 എന്ന് മാർക്ക് ചെയ്യും. അപ്പം ആ വോട്ടർ 1-ാം സ്ഥാനത്ത് ഫസ്റ്റ് പ്രിഫറൻസായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ കാൻഡിഡേറ്റിനെയാണ്. 2 എന്ന് എഴുതുമ്പം ഒരു വോട്ടർ അതേ ബാലറ്റ് പേപ്പറിൽ 2 എന്ന് മാർക്ക് ചെയ്യുമ്പം ആ വോട്ടർ 2-ാം സ്ഥാനത്ത് പ്രിഫർ ചെയ്യുന്ന വോട്ടർ കാൻഡിഡേറ്റ് ആ 2-ാമതായിട്ട് അയാൾ കൊടുത്തതാണ്. അങ്ങനെ 3, 4, 5, 6, 7, 8 വരെ മാർക്ക് ചെയ്യണം. അങ്ങനെ 8 മാർക്ക് ചെയ്തിട്ടില്ലെങ്കിലോ, അല്ലെ ഒരു പ്രിഫറൻസ് തന്നെ ഒരു വോട്ടർ 2 കോളത്തിൽ 2 എന്ന് എഴുതിപ്പോയി എന്ന് വെച്ചോ, അപ്പോൾ ഈ വോട്ടുകൾ അസാധുവാകും. 1, 2, 3, 4, 5, 6, 7, 8 എന്നിങ്ങനെ ക്രമത്തിൽ ഒരു വോട്ടർ ആരെയൊക്കെയാണോ പ്രിഫർ ചെയ്യുന്നത് അതിന് കണക്കായിട്ട് മാർക്ക് ചെയ്തോളണം. അങ്ങനെ മാർക്ക് ചെയ്യപ്പെടുന്ന ബാലറ്റ് പേപ്പർ ആണ് വോട്ടിന് എണ്ണുക. അപ്പം ആ കാര്യം, ആ മായാമക്കടി വിശദീകരിക്കുന്നതിന് മുമ്പ് ഓസ്ട്രേലിയൻ്റെ ജനറലായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് പോവാം. 1901, അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ, കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ 1-ാം വർഷം 1900 ആയിരിക്കും. അതിൻ്റെ 2-ാമത്തെ വർഷം 1901 ജനുവരി 1-ാം തീയതിയാണ് 6 ബ്രിട്ടീഷ് കോളനികൾ ചേർന്ന് ഓസ്ട്രേലിയ എന്ന യുണൈറ്റഡ് സിംഗിൾ നേഷൻ ഫോം ചെയ്തത്. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻ്ററി ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങളും അമേരിക്കൻ സിസ്റ്റം ഓഫ് ഫെഡറലിസവും കോർത്തിണക്കിക്കൊണ്ടാണ് ഓസ്ട്രേലിയയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത്. ഓസ്ട്രേലിയയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തെപ്പറ്റി തന്നെ
മറ്റൊരു വീഡിയോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആ സമയത്ത് ചെയ്യാം. പക്ഷേ ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൽ ബൈക്യാമറൽ സിസ്റ്റം, അതായത് 2 സഭകളുള്ള സിസ്റ്റം ഇന്ത്യയിലുള്ളതുപോലെ തന്നെ 2 സഭകളുള്ള സിസ്റ്റമാണ് ഓസ്ട്രേലിയൻ പാർലമെൻറ്റിലുള്ളത്. അതിന് ഉപരി സഭയെ സെനറ്റ് എന്നും, അതായത് നമ്മുടെ നാട്ടിലെ രാജ്യസഭയ്ക്ക് തുല്യമായ ഓസ്ട്രേലിയൻ പാർലമെൻ്ററി ഹൗസിന് ഇവിടെ സെനറ്റ് എന്ന് പറയും. ലോകസഭയ്ക്ക് തുല്യമായ അധോസഭയ്ക്ക്, കീഴ്സഭയ്ക്ക് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയും. ഇംഗ്ലണ്ടിൽ ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറയുന്ന ആ പരിപാടി തന്നെ നമ്മൾ ഇന്ത്യയിൽ ലോക്സഭ എന്ന് പറയുന്ന അതേ സാധനത്തിന് ഇവിടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നാണ് പറയുക. അങ്ങനെ 2 സഭകളുള്ള പാർലമെൻറ്റാണ് ഇവിടെയുള്ളത്. ഏതൊരു ഓസ്ട്രേലിയൻ പൗരനും 18 വയസ്സാകുമ്പോഴാണ് പൗരത്വം കിട്ടുക. ഒരു കുട്ടി ഓസ്ട്രേലിയയിൽ ജനിച്ച പ്രകാരം ഓസ്ട്രേലിയൻ സിറ്റിസൺ ആകാം, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ തന്നെ നാച്ചുറലൈസ് ചെയ്തിട്ട് പിന്നീട് അപ്ലൈ ചെയ്ത് ഇവിടെ 5 വർഷം മറ്റും താമസിക്കണം തോന്നും. അങ്ങനെ താമസിച്ച് കഴിഞ്ഞിട്ട് പോലീസ് കേസും ക്രിമിനാലിറ്റിയും അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ട്രാഫിക് ഒഫൻസിന് മാത്രമേ ഉള്ളൂ ഇളവ്. ബാക്കി മറ്റുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളിലൊന്നും പങ്കെടുക്കാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ്റെ പൗരത്വം ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് ഓസ്ട്രേലിയയിൽ ഇവിടെയുള്ള ഓത്തൊക്കെ എടുക്കണം. അങ്ങനെയുള്ള ഓത്തൊക്കെ എടുത്തതിന് ശേഷം സിറ്റിസൺഷിപ്പ് കിട്ടും. സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രൽ റോളിൽ, അതായത് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെയുള്ള കാര്യം. അതിൽ 2-3 കണ്ടീഷണാലിറ്റി ഉള്ളത് ഈ പറയുന്ന സിറ്റിസൺ ആകണം എന്നുള്ളതൊക്കെ വോട്ടിങ്ങിനാണ്. വോട്ടിംഗ് അല്ലാത്തവർക്ക് വോട്ട് ചെയ്യാൻ എന്താണ് നമ്മളെ ഒറ്റ മിനിറ്റ് ഞാനിത് കൺട്രോൾ ചെയ്തോട്ടെ. തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നവർക്ക് 18 വയസ്സ് തന്നെ മതി. ഓസ്ട്രേലിയൻ സിറ്റിസൺ ആയിരിക്കണം. അതായത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക്. അപ്പോൾ വേറെയുള്ളത് അതിൽ തന്നെയും ചില കണ്ടീഷണാലിറ്റീസ് ഉണ്ട്. ഒന്നാമത് 1 വർഷത്തോളം ജയിലിൽ കിടന്ന ഒരു ജയിൽ കുറ്റവാളിക്ക് ഓസ്ട്രേലിയയിൽ മത്സരിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. പിന്നെ പെർമനൻറ്റ് മെമ്പർ ഓഫ് ഓസ്ട്രേലിയൻ ആർമി അല്ലെ ഡിഫൻസ് ഫോഴ്സിൽ പെട്ട ഒരു സൈനികന് പെർമനൻറ്റ് മെമ്പറാണെങ്കിൽ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് വരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഓസ്ട്രേലിയൻ ഇതിലുണ്ട്, മത്സരിക്കുന്ന കാര്യത്തിലുണ്ട്. പിന്നെ വോട്ട് ചെയ്യുമ്പം വോട്ട് നിർബന്ധമായും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വോട്ട് ചെയ്തില്ലെങ്കിൽ തൂക്കിക്കൊല്ലുമൊന്നുമില്ല. പക്ഷേ വോട്ട് ചെയ്തില്ലെങ്കിൽ $99 പിഴ അടക്കേണ്ടി വരും. അത് വീട്ടിൽ ഇൻഫ്രിഞ്ച്മെൻറ്റ് നോട്ടീസായിട്ട് വരികയും നിങ്ങൾ പിഴ അടച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യുക. ചിലപ്പം ഫൈന് $99 ഫൈനുള്ളത് കാലതാമസം വരുന്നതിന് കണക്കായിട്ട് ഫൈന് കൂടി പോവുകയാണ് ചെയ്യുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും അങ്ങനെയും അടച്ചില്ലെങ്കിൽ ഒന്നുകിൽ ഈ വ്യക്തി മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവോ അല്ലെങ്കിൽ ഈ വ്യക്തി പെർമനൻറ്റ് കോമ സ്റ്റേജിലായിരുന്നു അങ്ങനെയൊക്കെയുള്ള തെളിവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളതാണ് അതിലെ കാര്യം. ഇത്രയും കാര്യങ്ങളാണ് പിന്നെ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് ശതമാനം കൂട്ടുക. അതാണല്ലോ നമ്മൾ ഒരു രാഷ്ട്രത്തിലെ ജനാധിപത്യ സമ്പ്രദായം കെട്ടുറപ്പുള്ളതാണെങ്കിൽ മാക്സിമം വോട്ടിംഗ് പങ്കാളിത്തം ഉണ്ടാകുക എന്നുള്ളതാണ്. അത് ശരിക്കും നല്ല ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബൈക്യാമറൽ സഭയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ തന്നെ ഇപ്പോഴുള്ള നിലപ്രകാരം സെനറ്റിൽ 76 മെമ്പർമാരുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ രാജ്യസഭയ്ക്ക് തുല്യമായ സെനറ്റിൽ 76 സീറ്റുകളാണുള്ളത്. ലോകസഭയ്ക്ക് തുല്യമായ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ 150 സീറ്റുകളുണ്ട്. അപ്പോൾ ഈ 150 സീറ്റുകളിൽ 76 സീറ്റിൻ്റെ കേവല ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിക്ക് ആണ് ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള അധികാരം ഗവർണർ ജനറൽ കൊടുക്കുക. ഇവിടെ പ്രസിഡൻ്റ് അല്ല, ഗവർണർ ജനറൽ എന്നാണ് പറയുക. ഇംഗ്ലണ്ടിൻ്റെ, അതായത് യുണൈറ്റഡ് കിങ്ഡമിൻ്റെ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ
മേധാവി ആരാണോ ആ മേധാവിയാണ്. പണ്ട് രാജ്ഞിയായിരുന്നു, പിന്നീട് രാജാവായി, പിന്നീട് വീണ്ടും രാജാവ്, പിന്നീട് റാണി, അങ്ങനെ മാറി മാറി വരുന്ന ഇംഗ്ലണ്ടിൻ്റെ തലപ്പത്തുള്ള ഭരണാധികാരി ആരാണോ അയാളാണ് ഓസ്ട്രേലിയൻ്റെ പ്രസിഡൻറ്റിന് ഇന്ത്യക്ക് പ്രസിഡൻ്റ് ഉള്ളതുപോലെ ഓസ്ട്രേലിയയുടെ രാഷ്ട്രത്തലവനായിട്ട് നിലനിൽക്കുന്നത്. എന്നാൽ എക്സിക്യൂട്ടീവിൻ്റെ ലീഡർ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും, പ്രധാനമന്ത്രിയായിരിക്കും എക്സിക്യൂട്ടീവിനെ നയിക്കുന്നത്. ആ എക്സിക്യൂട്ടീവിനെ നയിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തിലുള്ള എല്ലാ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ചേർന്നിട്ടുള്ള ആ സമിതിക്ക് ഈ രാജ്യത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയിൽ നടക്കുന്ന പോലെ ഭരിക്കാനുള്ള അവകാശം ഉണ്ടാവും. ഓരോരോ പോർട്ട്ഫോളിയോക്ക് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, വിദേശകാര്യം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുണ്ടാകും. അതിൻ്റെ തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് അതേ സ്ഥാനം വഹിക്കുന്നവരെ ഷാഡോ മന്ത്രിമാരെന്ന് പറയും. വലിയ അധികാരമൊന്നുമില്ല, പക്ഷേ ഈ ഷാഡോ മന്ത്രിമാർക്ക് യഥാർത്ഥ മന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ ഷാഡോ മിനിസ്റ്റേഴ്സ് എന്ന് പറയുക, അവരെ ചോദ്യം ചെയ്യാനുള്ള അവകാശമൊക്കെ ഉള്ള സംവിധാനമായിരിക്കും. അപ്പോൾ ഇതിൽ 3 ടയർ മെക്കാനിസം ആണ് പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ മൊത്തമുള്ള, അതായത് അധികാര വികേന്ദ്രീകൃത ജനാധിപത്യം എന്നതിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് 3 ടയേഴ്സായിട്ട് ആണുള്ളത്. ഒന്ന് ഫെഡറൽ സംവിധാനം, അതായത് കേന്ദ്ര സംവിധാനം. രണ്ടാമത്തത് സ്റ്റേറ്റ് ആൻഡ് ടെറിട്ടറി സംവിധാനം. സ്റ്റേറ്റുകളും ടെറിട്ടറികളുമായിട്ടാണ് ഈ ഓസ്ട്രേലിയയിലെ ഭരണമുള്ളത്. നമ്മളെ നാട്ടിലെ പോലെ തന്നെ ഇപ്പോൾ കേരളം സംസ്ഥാനമാണ്, എന്നാൽ ഗോവ ഡിയു ഡാം എന്ന് പറയുന്നത് കേന്ദ്രഭരണ പ്രദേശമാണ്. അല്ലെങ്കിൽ പോണ്ടിച്ചേരി മാഹി അടങ്ങുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. കേരളവും തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും പഞ്ചാബും ഒക്കെ വ്യത്യസ്ത സംസ്ഥാന പദവികളുള്ളവയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഓസ്ട്രേലിയയിൽ. ഇപ്പോൾ വിക്ടോറിയ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റാണ്. ഞാൻ താമസിക്കുന്ന മെൽബൺ അടങ്ങുന്നത് വിക്ടോറിയയിലാണ് പെടുക. സിഡ്നി അടങ്ങുന്നതിന് ന്യൂ സൗത്ത് വെയിൽസ് എന്നാണ് പറയുക, NSW എന്ന് അവർ ചുരുക്കപ്പേരിൽ എഴുതും. പിന്നെ NT എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നോർത്തേൺ ടെറിട്ടറി എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ്റെ ഏറ്റവും മുകളിലുള്ള, അതായത് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ആ പ്രദേശത്തെ നോർത്തേൺ ടെറിട്ടറി എന്ന് പറയുക, അത് കേന്ദ്രഭരണ പ്രദേശമാണ്. ആ കേന്ദ്രഭരണ പ്രദേശത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയ ഒരു സംസ്ഥാനമാണെങ്കിലും വെസ്റ്റേൺ ഓസ്ട്രേലിയ പണ്ട് ഓസ്ട്രേലിയ രൂപീകരിച്ചിരുന്ന കാലത്ത് ഓസ്ട്രേലിയൻ ഫെഡറേഷനിൽ ഓസ്ട്രേലിയൻ്റെ മൊത്തം രാഷ്ട്ര ശരീരത്തിലേക്ക് ചേരാൻ വിസമ്മതിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു. അത് ഒരു പ്രദേശമായിരുന്നു. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അത് പറയാൻ വേണ്ടി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എന്ന് പറയാം. ഇവിടെ പ്രിഫറൻഷ്യൽ വോട്ടിങ്ങിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്കൂൾ പാർലമെൻറ്റിൽ മത്സരിച്ച് ജയിക്കുന്ന ആളാണ് എപ്പോഴും. അക്കാലഘട്ടത്തിലെ ഒരു പ്രധാന വിദ്യാർത്ഥി സംഘടനയിൽ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന 5ലും 6ലും ജയിച്ചു, 7ലും മത്സരിച്ചപ്പോൾ തോറ്റുപോയി. 8ലും 9ലും 10ലും ഞാൻ പഠിച്ച കാടാച്ചിറ സ്കൂളിലെ സ്കൂൾ പാർലമെൻറ്റിൽ അംഗമായിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ സ്കൂൾ പാർലമെൻറ്റിൻ്റെ വോട്ടിങ്ങിൻ്റെ ചെറിയ നമ്പർ വോട്ടിംഗ് വെച്ചിട്ട് ഞാൻ ഈ പ്രിഫറൻഷ്യൽ വോട്ടിങ് എങ്ങനെയാണ് ഇവിടെ ചെയ്യുകയും എണ്ണപ്പെടുകയും ചെയ്യുന്നത്, അതായത് വോട്ട് കൗണ്ടിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നിങ്ങനെ ചുരുക്കത്തിൽ സ്കൂൾ പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഉദാഹരണം എടുത്തുകൊണ്ട് പറയാം. ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സാണ് ഒരു സ്കൂളിൻ്റെ ഒരു നിയോജകമണ്ഡലം അല്ലേ. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ 10A എന്ന 10ാം ക്ലാസ് A ഡിവിഷനിൽ 40 കുട്ടികളുണ്ടെന്നിരിക്കുക. അപ്പോൾ ആ 40 കുട്ടികളിൽ 40 കുട്ടികളും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പ്രസൻറ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാസ്കരാട്ടനും CPMൻ്റെ അനന്താട്ടനും മുസ്ലിം ലീഗിൻ്റെ അയമുട്ടിക്കയും സ്വന്തം കുട്ടികളെ അല്ലെങ്കിൽ സ്വന്തം സമൂഹത്തിലോ സ്വന്തം പാർട്ടിയിലോ പെട്ട കുട്ടികളെ ആ സ്കൂളിൽ അന്നത്തെ ദിവസം എത്തിച്ചിരിക്കുന്നുള്ള ഒരു ഉറപ്പാണ്. പരീക്ഷയ്ക്ക് പോയിട്ടില്ലെങ്കിലും തിരഞ്ഞെടുപ്പിന് പോയിക്കൊള്ളണം എന്നുള്ള ആ ഒരു ഡിക്റ്റം കൊടുത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്നത്തെ കാലത്തെ രാഷ്ട്രീയം അങ്ങനെയായിരുന്നു. അപ്പോൾ
ഞാൻ പറഞ്ഞു വന്നത് 40 കുട്ടികളുള്ള ഒരു 10A എന്ന എന്താണ് സ്കൂൾ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ അല്ലെ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്. അതിൽ 4 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിരിക്കട്ടെ. ഒന്നാമത്തെ സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ പ്രദീപ് എന്നിട്ടു. തൽക്കാലം ഇടുന്ന പേരാണ്. അനോണിമസ് ആയിട്ടുള്ള പേരുകൾ, എന്താണ് സ്യൂഡോണിമായിട്ടുള്ള പേരുകൾ. പ്രദീപ് ഒന്നാം സ്ഥാനാർത്ഥി, രണ്ടാമത്തെ സ്ഥാനാർത്ഥി റാഷിദ്, മൂന്നാമത്തെ സ്ഥാനാർത്ഥി നിഖില, നാലാമത്തെ സ്ഥാനാർത്ഥി ജോസഫ്. അങ്ങനെ 4 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അപ്പോൾ ആ 4 സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ വോട്ട് ഷെയർ പ്രദീപിന് 14 വോട്ട്, റാഷിദിന് 12 വോട്ട്, നിഖിലക്ക് 8 വോട്ട്, ജോസഫിന് 6 വോട്ട്. അങ്ങനെയാണ് വോട്ട് ചെയ്ത് കിട്ടിയതെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പ്രദീപ് 14 വോട്ടോടെ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. എന്നാൽ ഓസ്ട്രേലിയയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് 50% വോട്ട് കിട്ടിയിരിക്കണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ കൂടി ഉള്ളതുകൊണ്ട് ഓസ്ട്രേലിയൻ കണ്ടീഷനിൽ പ്രദീപ് ജയിക്കുകയില്ല. അവിടെയാണ് ഇതിൻ്റെ മായാമക്കടി കിടക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതാണ് പ്രിഫറൻഷ്യൽ വോട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എണ്ണുമ്പം നമ്മൾ വോട്ട് ചെയ്യുമ്പം 1, 2, 3, 4 എന്ന ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 8 സ്ഥാനാർത്ഥികളുള്ളത് കൊണ്ട് 8 പ്രിഫറൻസസ് പറഞ്ഞിരുന്നു. ഇവിടെ ഇപ്പം ഈ ക്ലാസ് റൂം എക്സാമ്പിളിൽ 4 പേരേ ഉള്ളൂ. അതുകൊണ്ട് 4 പ്രിഫറൻസുകൾ മാത്രമേ ഒരു വോട്ടർക്ക് കുറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഒന്നാം സ്ഥാനത്തിന് ഒന്നാമത്തെ പ്രിഫറൻസിൽ പ്രദീപിന് 14 വോട്ടും, റാഷിദിന് 12 വോട്ടും, നിഖിലക്ക് 8 വോട്ടും, ജോസഫിന് 6 വോട്ടുമാണ് കിട്ടിയതെങ്കിൽ അതിൽ ഏറ്റവും അതിന് എലിമിനേഷൻ റൗണ്ട് എന്ന് പറയും. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മ്യൂസിക്കിലൊക്കെ ഇല്ലേ, മറ്റേ കോമ്പറ്റീഷനൊക്കെ നടക്കുമ്പോൾ എലിമിനേഷൻ റൗണ്ട് എന്ന് പറഞ്ഞ പരിപാടിയില്ല. അതേപോലെ തന്നെ ഈ അന്നത്തെ വോട്ടെണ്ണൽ വേറൊരു ദിവസം ഒന്നല്ല, അന്നത്തെ വോട്ടെണ്ണൽ ദിവസം തന്നെ എലിമിനേറ്റ് ചെയ്യും. ഏറ്റവും കുറഞ്ഞ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട് കിട്ടിയ ഇക്കാര്യത്തിൽ എൻ്റെ ഈ എക്സാമ്പിളിൻ്റെ കാര്യത്തിൽ ജോസഫിനെ എലിമിനേറ്റ് ചെയ്യും. ജോസഫ് വീട്ടിലേക്ക് പോകാം, പക്ഷേ ജോസഫിൻ്റെ വോട്ടുകൾ വീട്ടിൽ പോകില്ല. ജോസഫിനെ പറഞ്ഞ് വീട്ടിലേക്ക് പോയിക്കോവാനെന്ന് പറയും. ജോസഫിൻ്റെ വോട്ടുകൾ അവിടെ തന്നെ കിടക്കും. അതിൽ ജോസഫിന് കിട്ടിയ 6 വോട്ടുകളിൽ വോട്ടർമാർ രണ്ടാമത്തെ പ്രിഫറൻസ് കൊടുത്ത സ്ഥാനാർത്ഥി ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് രണ്ടാമത്തെ പ്രയോറിറ്റി കിട്ടിയതിൽ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ പ്രകാരം ഞാൻ കൊടുത്തിരിക്കുന്ന ഉദാഹരണത്തിന് ജോസഫിന് ഒന്നാം പ്രിഫറൻസ് കൊടുത്ത വോട്ടർമാർ രണ്ടാം പ്രിഫറൻസായിട്ട് കൊടുത്തതിൽ ആ വോട്ടുകളിൽ രണ്ടാം പ്രിഫറൻസ് കൊടുത്ത വോട്ടിൽ 1 വോട്ട് പ്രദീപിന് കിട്ടുകയും റാഷിദിന് 4 വോട്ടുകൾ കിട്ടുകയും നിഖിലക്ക് 1 വോട്ട് കിട്ടുകയും ചെയ്യുമ്പോൾ പ്രദീപിൻ്റെ വോട്ട് ഇപ്പോൾ 15 വോട്ടായി ഉയരുകയും റാഷിദിൻ്റെ വോട്ട് 16 വോട്ടായി ഉയരുകയും ചെയ്തു. ഇപ്പോൾ റാഷിദാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഒന്നാമത്തെ എലിമിനേഷൻ കഴിഞ്ഞപ്പോൾ റാഷിദ് മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് സഹോദരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടുത്ത മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിഖിലക്ക് വെറും 8 വോട്ടിൻ്റെ അകത്തുനിന്ന് 9 വോട്ടിലേക്ക് നിഖില ഉയർന്നു. അപ്പോൾ രണ്ടാമത്തെ എലിമിനേഷൻ റൗണ്ടിൽ നിഖിലയെ ഇപ്പോൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നിഖിലയെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നിഖിലക്ക് കിട്ടിയ ഫസ്റ്റ് പ്രിഫറൻസായിട്ട് നിഖിലക്ക് കിട്ടിയ വോട്ടുകൾ മാത്രമേ എണ്ണുള്ളൂ. ആ 1 വോട്ട് കൂട്ടിച്ചേർത്ത 1 വോട്ട് അടുത്ത കൗണ്ടിങ്ങിലേക്ക് എടുക്കില്ല. അതായത് നിഖില അത് ആർജിച്ചെടുത്ത വോട്ടാണ്. അതായത് നിഖിലക്ക് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് ഫസ്റ്റ് പ്രിഫറൻസായിട്ട് കൊടുത്ത വോട്ടിൻ്റെ രണ്ടാം പ്രിഫറൻസായിട്ട് കിട്ടിയ വോട്ടായതുകൊണ്ട് ആ വോട്ട് രണ്ടാമത്തെ എലിമിനേഷൻ റൗണ്ടിൽ എടുക്കുന്നില്ല. കാര്യം മനസ്സിലായോ? അതായത് നിഖിലക്ക് നമ്മൾ നേരത്തെ 8 വോട്ടായിരുന്നു ആദ്യത്തെ റൗണ്ടിൽ ഫസ്റ്റ് പ്രിഫറൻസായിട്ട് കിട്ടിയത്. അതിൽ 1 വോട്ടും കൂടി വന്നു ചേർന്നതാണ്. അത് മറ്റുള്ള ആൾക്കാർ പ്രിഫറൻസ് കൊടുത്തപ്പം അതിൽ സെക്കൻഡ് പ്രിഫറൻസായിട്ട് നിഖിലക്ക് കിട്ടിയ വോട്ടിനെ സെക്കൻഡ് എലിമിനേഷൻ റൗണ്ടിൽ എടുക്കൂല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബാക്കി നിഖിലക്ക് കിട്ടിയ 8 വോട്ടുകളിൽ നിഖില
നിഖിലക്ക് കിട്ടിയ 8 ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കിട്ടിയ വോട്ടുകളിൽ എത്ര പേര് മറ്റുള്ളവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി പ്രിഫറൻസ് കൊടുത്തതെന്ന് നോക്കിയിട്ട് അങ്ങനെ നോക്കുമ്പം ഞാൻ എടുത്ത ഇപ്പോൾ ഉള്ള ഉദാഹരണത്തിൽ എന്താണ്, ഒരു മിനിറ്റ്, ഞാൻ ഈ സ്ലൈഡിൽ എഴുതിയത് കൊണ്ട് അത് വായിക്കാണ്ട് പിന്നെ പറയുമ്പം കൺഫ്യൂഷൻ ആവില്ല. അപ്പോൾ പിന്നെ കിട്ടിയതിൽ പ്രദീപിന് നിഖിലേൻ്റെ കൂട്ടത്തിലുള്ള സെക്കൻഡ് പ്രയോറിറ്റി 3 വോട്ടും റാഷിദിന് 5 വോട്ടും കിട്ടി. അപ്പോൾ റാഷിദിനിപ്പോൾ 16 + 5 21 പ്രദീപിന് 15 + 3 18 വോട്ടും കിട്ടി. ഇപ്പോൾ ഇവിടെ വിജയിക്കുന്നത് റാഷിദായിരിക്കും, പ്രദീപ് ജയിക്കുകയില്ല. മനസ്സിലായോ? കാരണം റാഷിദിന് 50% വോട്ട് കിട്ടുക എന്നുള്ള ക്രൈറ്റീരിയ പാസ്സായി. കാരണം 40ൽ 21 എന്ന് പറയുമ്പം 50% മേലെയായില്ലേ. അത് ഈ 40ൽ 50% കിട്ടാൻ 20 വോട്ട് കിട്ടിയാൽ പോരെ, 40ൻ്റെ പകുതി 20 അല്ലേ. അപ്പോൾ 21 വോട്ടോടെ റാഷിദ് ജയിക്കുകയും പ്രദീപ് 2ാം സ്ഥാനത്തേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സംശയം വരാവുന്ന ഒരു ചോദ്യം, 18 21 39 വോട്ടല്ലേ ആവുന്നുള്ളൂ, ആ ഒരു വോട്ട് ഇവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. ആ വോട്ട് നിഖില കൊണ്ടുപോയി. നിഖില ആർജിച്ചെടുത്ത ആ ഒരു സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് നമ്മൾ ഈ 2ാമത്തെ എലിമിനേഷൻ റൗണ്ടിൽ എടുത്തിരുന്നില്ല. മനസ്സിലായോ? ഇങ്ങനെയാണ് എണ്ണുന്നത്. ഇനിയിപ്പം ചില കേസുകളിൽ ഇപ്പോൾ പ്രദീപിന് തന്നെ ആദ്യത്തെ ഫസ്റ്റ് പ്രിഫറൻസിൽ തന്നെ വോട്ടിൽ തന്നെ പ്രദീപിന് ഒറ്റയ്ക്ക് പിന്നെ 21 പോയിന്റ് വോട്ടുകൾ കിട്ടുകയായിരുന്നെങ്കിൽ പ്രദീപ് തന്നെ 1ാമത്തെ കൗണ്ടിങ്ങിൽ വിജയിക്കുമായിരുന്നു. പിന്നെ എണ്ണേണ്ട ആവശ്യമില്ല, പിന്നെ പ്രിഫറൻഷ്യൽ ഇതിലേക്ക് എണ്ണേണ്ട ആവശ്യമില്ല. പിന്നെയും വോട്ട് എണ്ണുന്നത് അതിൻ്റെ വോട്ടിംഗ് ശതമാന കണക്കുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ചും കൂടി കോംപ്ലക്സ് കണക്കായതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം ഈ വീഡിയോയിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, ഈ വീഡിയോ കഴിയുന്നത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കണമെന്നുള്ള ഒരാഗ്രഹം എനിക്കുള്ളത് കൊണ്ട് അത് ഞാൻ ഇപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല. പിന്നെ ഇതിൽ ഞാൻ ഉദ്ദേശിച്ച മറ്റൊരു കാര്യം ഡബിൾ ഡിസൊല്യൂഷൻ എന്താണെന്ന് പറയുക എന്നുള്ളതായിരുന്നു. അത് ഞാൻ ഡിഗ്രിക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇൻ്റർനാഷണൽ റിലേഷൻസും ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റും ഡബിൾ മേജറായിട്ടാണ് ഞാനിവിടെ എൻ്റെ ഫസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്തത്. അതിൽ പൊളിറ്റിക്കൽ സയൻസ്, ഓസ്ട്രേലിയൻ പൊളിറ്റിക്സ് എനിക്ക് പഠിക്കാനുള്ളത് കൊണ്ട് അതിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പണ്ടിങ്ങനെ പഠിക്കുന്ന കാലത്ത് ഏതാണ്ട് 2003 മറ്റാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഹൈലൈറ്റ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇതുപോലെ ഓർമ്മിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് പിന്നെയും ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം വായിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയാൽ മതിയല്ലോ. അതിൽ എഴുതിയ ഭാഗങ്ങൾ ഞാൻ ഇവിടെ വായിക്കാം. The drafters of the constitution realized that there would have to be a method to resolving deadlocks between the House of Representatives and the Senate. അതായത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്ന നമ്മളെ ലോകസഭയ്ക്ക് സമാനമായ സഭ ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടി ബില്ല് ടേബിൾ ചെയ്തിട്ട് അതിന് കുറേ ഡിസ്കഷനും ഡിബേറ്റും ഒക്കെ നടക്കും. ആ ഡിസ്കഷൻ ഡിബേറ്റൊക്കെ നടന്നിട്ട് വോട്ടിനിട്ടിട്ട് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് പാസ്സാക്കിയെന്ന് വെച്ചോ ഒരു ബില്ല്. അത് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, സെനറ്റിൻ്റെ ഉപരിസഭയായ സെനറ്റിൻ്റെ പരിഗണനയ്ക്ക് പോകണം. സെനറ്റിൻ്റെ പരിഗണനയിൽ സെനറ്റ് ഈ ബില്ലിനെ തോപ്പിച്ചെന്ന് വെച്ചോ. സെനറ്റിൽ ഇപ്പോൾ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുകയാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് ഇപ്പോൾ സെനറ്റിൽ അത്ര കണ്ട് ഭൂരിപക്ഷം ഇല്ല. പക്ഷേ എന്നാലും അവർ ഗ്രീൻസ് പാർട്ടീൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി സെനറ്റിൽ പാസ്സാകും. അതിൻ്റെ ഡബിൾ ഡിസൊല്യൂഷൻ നേരിടില്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോൾ തൽക്കാലമുള്ള എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഐ നീഡ് ടു സ്റ്റഡി മോർ അബൌട്ട് ഇറ്റ്. പക്ഷേ അങ്ങനെ സെനറ്റിൽ വെച്ച് തോറ്റുപോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 3 മാസം കൂടി ഒരു പീരീഡ് ഓഫ് ലാപ്സ് എന്നാണ് അതിന് പറയാം. അതിന് 4 ബുള്ളറ്റ് പോയിന്റുകളായിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് നോൺ ആസ് ഡബിൾ ഡിസൊല്യൂഷൻ. ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ ഇൻ സെക്ഷൻ 57 ഓഫ് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 57 സെക്ഷനിൽ പറയുന്ന 4 ബുള്ളറ്റ് പോയിൻറ്റ്സ് ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ വായിക്കാം. നമ്മളെ നാട്ടിൽ
10ാം ക്ലാസ് വരെ പഠിച്ച ഒരാൾക്കൊക്കെ ഇംഗ്ലീഷൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇനി അഥവാ ആർക്കും മനസ്സിലായില്ലെങ്കിൽ ഞാനത് മലയാളത്തിൽ പറയാം. If the Senate fails to pass a bill in a form considered by the House of Representatives as satisfactory, that bill may be returned to the Senate. There is a requirement that 3 months elapse between the first and second presentations. അതായത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ നിന്നും പാസ്സായ ഒരു ബില്ല് സെനറ്റിൻ്റെ പരിഗണനയ്ക്ക് പോയി സെനറ്റിൽ വെച്ച് ഫെയിലാവുകയാണെങ്കിൽ 3 മാസത്തെ ഇലാപ്സ് കഴിഞ്ഞിട്ട് 3 മാസത്തെ പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും ഹൗസ് ഓഫ് സെനറ്റിലേക്ക് പോവുകയും സെനറ്റ് വീണ്ടും അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. If the Senate again fails to pass the bill after 3 months interval, Parliament may be dissolved and a new election held for House of Representatives and all senators. അത് ഈ കാര്യത്തിനെയാണ് ഡബിൾ ഡിസൊല്യൂഷൻ എന്ന് പറയാം. അതായത് സെനറ്റ് വീണ്ടും ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ 2 സഭകളെയും പിരിച്ചുവിടും. If after that election the Senate still fails to pass the bill, a joint sitting of both houses may be held to consider the legislation. അത് വീണ്ടും ഒരു ജോയിൻറ്റ് സിറ്റിങ്ങിൽ പാസ്സാക്കിയെടുക്കാൻ പറ്റുമെന്ന് നോക്കും. If the joint sitting votes in favor of the bill, then the bill becomes a law. അപ്പോൾ ജോയിൻറ്റ് സിറ്റിങ്ങിൽ വീണ്ടും പാസ്സാവുകയാണെങ്കിൽ ആ ബില്ല് ലോ ആയി മാറും. ഇതാണ് മിക്കവാറും സെനറ്റിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാർട്ടികൾ നേരിടുന്ന ഒരു വലിയ വാരിക്കുഴിയാണിത്. പിന്നെ ഞാൻ ഒരു പോയിൻ്റ് കൂടി പറയാൻ വിട്ടുപോയി. നമ്മളെ നാട്ടിലെ ഇന്ത്യയിലെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് മെയിനായിട്ട് ലോക്സഭാ മെമ്പർമാരും സംസ്ഥാന നിയമസഭകളിലെ മെമ്പർമാരും ചേർന്നിട്ടുള്ള ഒരു കൊളീജിയമാണ്. രാജ്യസഭയിലെ മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്ന ഓരോ സ്റ്റേറ്റിനും എത്രയൊക്കെ ജനങ്ങളുടെ പോപ്പുലേഷൻ പ്രകാരമുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിന് ജനസംഖ്യ കുറവായതുകൊണ്ട് കേരളത്തിന് 2 മെമ്പർമാരെ മറ്റേ രാജ്യസഭയിൽ പോകാൻ പറ്റും. എനിക്കറിയില്ല, സബ്ജക്റ്റ് ടു കറക്ഷൻ. എനിക്ക് എത്രയാണെന്നുള്ളതിൻ്റെ ഇപ്പം എത്രയാണ് ഉള്ളതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലില്ല, സോറി. പക്ഷേ ഉദാഹരണത്തിന് കേരളത്തിൽ 2 പേരെയാണ് ഈ രാജ്യസഭയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ കൂടുതൽ ജനസംഖ്യയുള്ള തമിഴ്നാടിന് അതിൽ കൂടുതൽ മെമ്പർമാർ ഉണ്ടാകും, അല്ലെ മഹാരാഷ്ട്രക്ക് കൂടുതൽ ജനസംഖ്യയുള്ളത് അതിൽ കൂടുതൽ മെമ്പർമാർ ഉണ്ടാകും. അതേ അവസ്ഥ പോലെ തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കൊളീജിയം എന്ന സംവിധാനമില്ല. സാധാരണപ്പെട്ട നാട്ടിലെ വോട്ടർമാർ തന്നെയാണ് സെനറ്റിനെയും തിരഞ്ഞെടുക്കുന്നത്. സെനറ്റിൽ സ്ഥാനാർത്ഥിമാരെയല്ല തിരഞ്ഞെടുക്കുന്നത്, പകരം പാർട്ടിയുടെ പേര് ബാലറ്റ് പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ വോട്ടിംഗ് ആയിരിക്കും. 6 പേരെയോ 8 പേരെയോ മറ്റോ പ്രിഫറൻഷ്യലായിട്ട് എടുക്കണം എന്നാണ് പറയുക. സെനറ്റിൻ്റെ ബാലറ്റ് പേപ്പർ ഒരു വലിയ നീളമുള്ള പായ പോലെ നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന വലിയൊരു പായ പോലെ ആയിക്കൊണ്ടുണ്ടാകുന്ന ബാലറ്റ് പേപ്പറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്, ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനമല്ല. അപ്പോൾ 6 പേരെ പ്രിഫറൻഷ്യലായിട്ട് ഒരാളിന് പിന്നെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ലേബർ പാർട്ടി, സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് പിന്നെ ഗ്രീൻസ് പാർട്ടി, തേർഡ് പ്രിഫറൻസ് ആയിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റ്, ഫോർത്ത് അങ്ങനെ 6 പേരെ ഇതാക്കി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പ്രിഫറൻഷ്യൽ വോട്ടിങ്ങിൻ്റെ ഞാൻ നേരത്തെ വിശദീകരിച്ച അതേ രീതിയിൽ കൗണ്ട് ചെയ്ത് എണ്ണം തിട്ടപ്പെടുത്തിയിട്ടാണ് സെനറ്റിലെ മെമ്പർമാരെയും തീരുമാനിക്കുന്നത്. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. ഇപ്പോൾ തന്നെ ഏതാണ്ട് 30 മിനിറ്റായി. ഞാൻ 25 മിനിറ്റിന് ഈ വീഡിയോ തീർക്കണമെന്നായിരുന്നു വിചാരിച്ചത്. അതുകൊണ്ട് തൽക്കാലം വിട പറയുകയാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരുവിധ എല്ലാ വീഡിയോകളിലും വീഡിയോ തീർക്കുമ്പോൾ ജയ് ഹിന്ദ് എന്നാണ് പറയുക. പക്ഷേ ഇത് ഓസ്ട്രേലിയയുടെ കാര്യമായതുകൊണ്ട് ജയ് ഹിന്ദ് പറയുന്നില്ല. പകരം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്താൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.